ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ കരുത്തരായി സ്ഥാനാർത്ഥികളെ നിർത്താനൊരുങ്ങി സിപിഎം മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ 8 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള 7 ചർച്ചകൾ തുടരുകയാണ്. എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇന്ന് ധാരണയായേക്കും. നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. എറണാകുളം, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ, മലപ്പുറം, പൊന്നാനി, വടകര എന്നീ മണ്ഡലങ്ങളിലാണ് സിപിഎം സ്ഥാനാർത്ഥികളിൽ അന്തിമ ധാരണയാകാത്തത്. ഈ മണ്ഡലങ്ങളിൽ ചില പേരുകൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ എറണാകുളത്ത് ആരാകുമെന്നതിൽ ഒരു സൂചനയും പുറത്തുവന്നിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുമുണ്ട്. ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും എറണാകുളത്ത് ചർച്ചയാകും. മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളത്താണ്. മുൻ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പേര് തൃശൂർ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചെങ്കിലും രവീന്ദ്രനാഥ് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന നിലപാടിലാണെന്നാണ് റിപ്പോർട്ട് വരുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പാലക്കാട് VK ശ്രീകണ്ഠനെതിരെ വിജയരാഘവന്റെയും സ്വരാജിന്റെയും പേരുകളാണ് ചർച്ചയാകുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനാണ് ഇവിടെ കൂടുതൽ സാധ്യത. ആലത്തൂർ മണ്ഡലത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലാ കമ്മിറ്റികൾ മന്ത്രി K രാധാകൃഷ്ണന്റെ പേരാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ 2ാം പിണറായി സർക്കാരിലെ മന്ത്രിയും ലോക്സഭയിലേക്ക് മത്സരിക്കും. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് വീണ്ടും ഉയർന്നിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. വടകരയിൽ KK ശൈലജ, പ്രദീപ് കുമാർ എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. കാസർഗോഡ് NV ബാലകൃഷ്ണൻ, കണ്ണൂർ MV ജയരാജൻ, കോഴിക്കോട് എളമരം കരീം, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ തോമസ് ഐസക്, കൊല്ലം M മുകേഷ്, ആറ്റിങ്ങൽ V ജോയ്, ഇടുക്കി ജോയ്സ് ജോർജ് എന്നിവരുടെ പേരുകളാണ് നിലവിൽ ചർച്ചയിലുള്ളത്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.